അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏക ടെസ്റ്റിൽ പടുകൂറ്റൻ വിജയവുമായി ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ഫോളോ ഓൺ ചെയ്ത അഫ്ഗാൻ രണ്ടാം ഇന്നിംഗ്സിൽ വെറും 112 റൺസിന് ഓൾ ഔട്ടായതോടെ ഇന്നിംഗ്സിനും 300 റൺസിൻ്റെ ഗംഭീര വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത്. ബാറ്റിംഗിൽ അതിവേഗം 28 റൺസും ബൗളിംഗിൽ ആദ്യ ഇന്നിംഗ്സിൽ 6 വിക്കറ്റും രണ്ടാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റും ഉൾപ്പെടെ തൻ്റെ ആദ്യ ടെസ്റ്റിൽ തന്നെ അത്യുജ്വല പ്രകടനം പുറത്തെടുത്ത സ്പിന്നർ മാനവ് സുതാറാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. അരങ്ങേറ്റ ടെസ്റ്റിൽ 5 വിക്കറ്റ് നേട്ടം കൊയ്യുന്ന 10ാമത്തെ ഇന്ത്യൻ താരമായി മാനവ് മാറി. ഇന്നത്തെ ഈ ജയം ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ്. നേരത്തെ 2018 വിൻഡീസിനെതിരെ നേടിയ ഇന്നിംഗ്സിനും 272 റൺസിനുമുള്ള വിജയ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 113-5 എന്ന നിലയിൽ 3ാം ദിനം ആരംഭിച്ച അഫ്ഗാന്റെ ആദ്യ വിക്കറ്റ് വീഴ്ത്തിയത് പ്രസിദ്ധ് കൃഷ്ണയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ ബൗളിങ്ങിനെ ഫലപ്രദമായി നേരിട്ട റഹ്മത്ത് ഷാ 100 പന്തിൽ നിന്ന് 50 നേടി അഫ്ഗാന് പ്രതീക്ഷകൾ നൽകിയിരുന്നു. എന്നാൽ ഷായെ മടക്കി മാനവ് കന്നി ടെസ്റ്റിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചു. 135 പന്തിൽ 9 ഫോറും 1 സിക്സും ഉൾപ്പെടെ 60 റൺസായിരുന്നു റഹ്മത്ത് ഷാ നേടിയത്. പിന്നാലെ സലീം സഫിയെ മടക്കി 6ാം അഫ്ഗാൻ വിക്കറ്റും മാനവ് സ്വന്തം പേരിലാക്കി. ഒടുവിൽ വാഷിംഗ്ടൺ സുന്ദർ റഹ്മത്ത് ഷരീഫിയെ പന്തിൻ്റെ കയ്യിലെത്തിച്ച് 152 റൺസിന് അഫ്ഗാൻ്റെ ഇന്നിംഗ്സിന് വിരാമമിട്ടു. 22 ഓവറിൽ 33 റൺസ് മാത്രം വഴങ്ങി മാനവ് 6 വിക്കറ്റാണ് നേടിയത്. 11 ഓവറിൽ 37 റൺസിന് 3 വിക്കറ്റ് എടുത്ത് പ്രസിദ്ധ് കൃഷ്ണയും ബൗളിംഗിൽ തിളങ്ങി. 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാൻ ആദ്യ 1 മണിക്കൂറിൽ കനത്ത ചെറുത്തുനിൽപ്പാണ് നടത്തിയത്. 14ാം ഓവറിൽ അബ്ദുൽ മാലിക്കിനെ മടക്കി സിറാജാണ് ആദ്യ വിക്കറ്റ് നേടിയത്. രണ്ടാം വിക്കറ്റിലും അഫ്ഗാൻ പൊരുതിയതോടെ ടീം തിരിച്ചു വരുമെന്ന പ്രതീതി സൃഷ്ടിച്ചു. പക്ഷേ ഗുർബാസിനെ മടക്കി കുൽദീപ് യാദവ് ഈ കൂട്ടുകെട്ട് പൊളിച്ചിരുന്നു. പിന്നീട് അതിവേഗം തളർന്നടിയുന്ന അഫ്ഗാൻ ബാറ്റിംഗ് നിരയാണ് കണ്ടത്. വാഷിംഗ്ടൺ സുന്ദറിൻ്റെ മികച്ച ബൗളിങ്ങിന് മുമ്പിൽ മുട്ടുമടക്കിയ അഫ്ഗാൻ വെറും 112 റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു. 87-2 എന്ന നിലയിൽ നിന്നാണ് 112-ന് അഫ്ഗാൻ ബാറ്റർമാരെല്ലാം പുറത്തായത്. രണ്ടാം ഇന്നിംഗ്സിൽ 11 ഓവറിൽ 36 റൺസിന് 4 വിക്കറ്റ് നേടിയ വാഷിംഗ്ടൺ സുന്ദറാണ് കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത്. കുൽദീപ് യാദവ് 3 വിക്കറ്റും മാനവ് സുതാറും സിറാജും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. ഇരു ടീമുകളും തമ്മിലുള്ള ഏകദിന പരമ്പര ജൂൺ 13 ശനിയാഴ്ച നടക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.